ഹലോ ഗൈസ്, അപ്പം നമ്മൾ ചൂണ്ടിടാൻ വേണ്ടി വന്നേക്കാണ്. ഇവിടെ ഈ കടപ്പുറത്താണ് വന്നേക്കണം. കടലിൽ നിന്ന് കടലിൽ ചൂണ്ടിടാനായിട്ട് നമുക്ക് വേണ്ടത് ഏറി കൊണ്ടാണ്. നമുക്കിത് മാറ്റി ഇര ഓർക്കണം. നമ്മൾ ഇന്ന് ഇരയായിട്ട് എടുത്തേക്കണത് 1/2 കിലോ ചാളയാണ്. മീനൊന്നും കിട്ടിയില്ലെങ്കിൽ ചാള വറുത്ത് കൂട്ടിയൊക്കെ ചോറ്. ഗൈസ്, ഏറി കൊണ്ടൊക്കെ 5 വളത്തുകളാണുള്ളത്. 1, 2, 3, 4, 5. നമുക്ക് 5 ഇര വേണം. ഒരു ചാളയുണ്ട്, ഒരു ചാള. ഈ ഒരു ചാള നമ്മൾ 5 പീസായിട്ട് മുറിച്ചിടാൻ പോകും. അണ്ടേ അമ്മയും കൈ കൊണ്ട് ബാഗുമ്പോ കയറി പിടിച്ചാടാ. ഞാനെടുത്ത് തരൂലായിരുന്ന പോയതാ. യെസ് ഗൈസ്, ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ മാറി കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ചൂണ്ട എങ്ങനെ ഇടറേന്ന് പോയി നോക്കിയിട്ട് വരാം. ഗൈസ്, ഞാൻ ചൂണ്ടിട്ടു ഗൈസ്, ഒന്നും കിട്ടിയില്ല. നനഞ്ഞത് മാത്രം മെച്ചം. വളരെ മൊത്തം കടലിൽ പോയി, ഭയങ്കര ഒഴുക്ക്. ഞാൻ നേരെ കോർത്തത് ശരിയായിട്ടില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്യുക, അച്ഛൻ്റെ അപ്പുറത്തുണ്ട്, ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്ക് അച്ഛൻ വരും. അച്ഛൻ വരട്ടെ, അതുവരെ നമുക്ക് കടലിൽ അറമാദിച്ച് കുളിച്ചിട്ട് വരാം. അലക്കിക്കൊള്ളാം, ഞാൻ അലക്കൂല. ഗോവയിൽ പോയിട്ട് വെള്ളത്തിലിറങ്ങി കുളിക്കുക ചെയ്യാ. ഞാൻ ആളാണ് ദേ ഇവിടെ വന്നുകൊണ്ട് ഇതുണ്ടല്ലേ ഈ കല്ലിൻ്റെ ഇടയിൽ കിടക്കുന്നത്. ഗൈസ്, ഇത് ഈ ഒരു ബീച്ചിന് വേറൊരു പ്രത്യേകതയുണ്ട്. വൺസ് അപ്പോൺ എ ടൈം ദിസ് വാസ് അവർ ഹോംലാൻഡ്. അതെ, ഞങ്ങളുടെ വീട് ഇവിടെയായിരുന്നു. ഈ കാണുന്ന കല്ലിൻ്റെ അപ്പുറത്ത് അവിടെ ഇരുന്ന് ഞങ്ങൾ പണ്ട് താമസിച്ചിരുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ നിന്ന് വിറ്റി. ഞങ്ങളെന്ന് വെച്ചാൽ ഞങ്ങളുടെ തറവാടായിരുന്നത്. വലിയച്ഛനൊക്കെ ഇവിടെ താമസിച്ചിരുന്നത്. വലിയച്ഛനൊക്കെ ഇവിടെ നിന്ന് മാറി വേറെ സ്ഥലം മേടിച്ച് മാറിയപ്പോൾ ഒരു 2-3 കൊല്ലത്തോളം ഞങ്ങളിവിടെ വന്ന് താമസിച്ച്. നമ്മുടെ വീട്ടിൽ തന്നെയായിരുന്നു, കുഞ്ഞിത്തേയിലായിരുന്നു. അമ്മ ഫോണും കൂടെ നിലത്തിരുന്നപ്പോൾ അമ്മ വച്ചെടുക്കും. അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് പോയതിന് ശേഷം ഇപ്പോൾ വലിയൊരടി ഇപ്പോൾ രണ്ടാമത് ഇവിടെ വന്നാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് അയൽവക്കക്കാരൊക്കെ ഉണ്ട്. അവരെയൊക്കെ അച്ഛനൊക്കെ അവിടെ നിന്ന് വർത്തമാനം വന്നിരിക്കുകയാണ്. അമ്മ അവിടെ നിന്നുകൊണ്ട് പേടിച്ച് നോക്കുന്നുണ്ട്. ഫോണും വേണം, അമ്മക്കും പേടി, എനിക്കും പേടി. ഫോണ് നനഞ്ഞു. ഓഫാവണല്ലോ ഒന്ന് തുടച്ചേ. ഒന്നും കിട്ടാണ്ടായപ്പോൾ ഞാൻ പറയാം വെള്ളത്തിൽ. ഗൈസ്, എനിക്കിത് അവിടെ നിന്ന് ഒരു 3 സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയേട്ടാ. എൻ്റെ പുതിയ സബ്സ്ക്രൈബേഴ്സ് ഈ വീഡിയോ കാണാൻ നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കണം കേട്ടാ. ആൻഡ് താങ്ക്സ്. ഓക്കെ ഗൈസ്, അച്ഛനൊക്കെ അവിടെ നിന്ന് തന്നെയുണ്ട്. ചൂണ്ടിട്ടൊന്നും കിട്ടാനൊന്നുമില്ല, വെറുതെ ചൂണ്ടിടാം. എൻ്റെ മെയിൻ ഉദ്ദേശം കുളിക്കാന്നുള്ളതാണ്. ഒക്കെ കൂടി ഒരുമിച്ച് നടക്കും നോക്കാം. ഇരയാക്കിയിട്ടിരിക്കണം. പൊന്നലകൾ ഞൊറിഞ്ഞൊടുത്തു പോകാനൊരുങ്ങുകയാണല്ലോ. കടലിൽ നീ ചെല്ലണം, കാമുകനെ കാണണം, കല്യാണം അറിയിക്കണം, എൻ്റെ കല്യാണം അറിയിക്കണം. അപ്പൊ ഈ വീഡിയോ ഞാൻ യൂട്യൂബിലിടും. അത് പുള്ളിയുടെ പെർമിഷനോട് കൂടി. സമ്മതമല്ലേ? ഓക്കെ. കടലിൽ മീൻ ചാടുന്നു ഗൈസ്. നമുക്കതൊന്നും നോക്കിയിട്ട് ഗൈസ്, കടലിൽ മീൻ ചാടുന്നുണ്ട്. നമുക്ക് അടുത്തുനിന്ന് കാണാൻ പറ്റുമോ നോക്കാം. ഗൈസ്, അച്ഛനവിടെ ഇരുന്നുകൊണ്ട് ഓർത്തോണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ നിൽക്കണതല്ല. ഇപ്പം ഇത്ര നേരം ഇവിടെ കുറേച്ചൊക്കെ മീൻ ചാടുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് പെലപ്പിങ്ങനെ കരയിലോട്ട് കയറും, പെലപ്പിങ്ങനെ. അപ്പോൾ അത് ഞാൻ കണ്ടപ്പോൾ പെട്ടെന്ന് നിങ്ങൾ അടുത്ത് കാണിക്കാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്നതാണ്. നോക്കാം ഗൈസ്, ഇവിടെ എല്ലായിടത്തും കാണുമെന്ന് നോക്കാം. എനിക്കതാണ് അങ്ങോട്ട് മൂവായി പോയെന്ന് തോന്നണം. കുറേ നേരം നോക്കി ഗൈസ്, ഒന്നും കാണുന്നില്ല. മീനൊക്കെ പോയെന്ന് തോന്നണം. ചില്ല് ചെയ്യാൻ വേണ്ടി കരയിലോട്ട് വന്നായിരിക്കും. ചില്ലിങ് കഴിഞ്ഞാൽ തിരിച്ചു പോയി. അവിടെ ഒരു മീൻ ചാടി. അവിടെ ഒരു മീൻ ചാടി. ആശാൻ അവിടെ എൻജോയ് ചെയ്യാണ്. പെട്ടെന്നായി പോയി.
അച്ഛനോട് ചൂണ്ടിട്ടുണ്ട്. അച്ഛനോട് നമുക്കൊന്ന് സംബന്ധിച്ചിട്ട് വരാം. കൊത്തനുണ്ട് അതേ ചെറിയ ചെറിയ എന്താ സംഭവമാണ്. ഇപ്പോൾ വലിയ രക്ഷമൊന്നുമില്ല. വലയൊക്കെ നീട്ടിയിട്ടാണെങ്കിൽ വലയിൽ പോലും ഒന്നും കിട്ടിയിട്ടില്ല. പുള്ളിയുടെ ഫുൾ ഹോളിഡേ മൂഡാണ്, എൻജോയിങ് ആണ്. ഭയങ്കര മണ്ണാട്ടോ വായപ്പോട്ടോ, മണ്ണ് വായപ്പോ തല കുത്തി പറയണ്, വെള്ളത്തിൽ കിടന്ന് തല കുത്തി പറയണ്. തോർത്തുണ്ട് മണ്ണൊക്കെ കള ഇങ്ങനെ ഓടിക്കണം. നമുക്കൊന്നും കിട്ടിയില്ല ഗൈസ്. ഞങ്ങൾ കാരണം തിരിച്ചു പോകാൻ പോകും. ഞാൻ ജസ്റ്റ് ഒന്ന് മേലൊക്കെ ഒന്ന് ഇതാക്കി അച്ഛൻ്റെ ഒരു വീഡിയോ എടുക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അച്ഛനായതുകൊണ്ട് എനിക്കറിയാം ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല. ഒരു ഹായ്, ഒരു ഹായ്. അതാണ് പവർ. എങ്ങനെ ഉണ്ടായിരുന്നു കടലിൽ? സൂപ്പർ. കടലമ്മ ഞങ്ങളുടെ അമ്മയാണ്. അമ്മ നല്ലോണം കുളിപ്പിച്ച് വൃത്തിയാക്കി കേട്ടിട്ടുണ്ട്. ഇനി കുറെ ദിവസം കുളിക്കണ്ടപ്പാ. ഇനി കുറെ ദിവസമല്ല കുളിക്കണം. ഉപ്പുണ്ട്. നീർക്കെട്ട്, ഈ കടലിന്റെ ഉപ്പ് ശരിക്കും നീർക്കെട്ടാണ്. നീർക്കെട്ട് നമ്മുടെ നീർക്കെട്ട് പോയിക്കൊണ്ടിരിക്കും. അതെ ഗൈസ്, കടലിലെ ഉപ്പാണ് കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ അത് നീർക്കെട്ട് ശരീരത്തിന് ഇങ്ങനെ വലിച്ചു കളയും. ദാറ്റ് ഈസ് ദ പോയിന്റ്. ചൂണ്ടിടാൻ വന്ന ഞങ്ങൾക്ക് ഒരു കിറ്റ് ചാള വറക്കാനായിട്ടുണ്ട്. അപ്പൊ ഈ ചാള നമുക്ക് വറക്കാലോ ഉച്ചക്ക്. വീട്ടിൽ തട്ടുമ്പേന്ന് പിടിച്ചാണ്. ആ, ഇത്ര നല്ല ചാള കൊടുത്തിട്ടാണ് മീത്തിന് വേണ്ടത്. ഒരു പാട്ട് പാട്ടെ. ഒന്നും അറിയില്ലാത്ത ചേട്ടൻ കുറച്ച് പറഞ്ഞോട്ടാ. കൊടുങ്ങല്ലൂരിൽ വാഴും അമ്മേ മൂകാംബികെ ശരണം തരേണം ദേവി. കൊടുങ്ങല്ലൂരമ്മേ വാഴും അമ്മേ മൂകാംബികെ ശരണം തരേണം ദേവി. അമ്മയുടെ കഥ ധന്യമാക്കിയിടുവാൻ ഞങ്ങളെ കാത്തിടണേ. അമ്മയുടെ കഥ ധന്യമാക്കിയിടുവാൻ ഞങ്ങളെ കാത്തിടണേ. ഞാൻ എന്താ കയ്യസം കൊണ്ട് പിന്നെ ഞാൻ എഴുതിപ്പെട്ടാണ്. ഗൈസ്, അപ്പോൾ നമ്മുടെ ചൂണ്ടയിടലും കടലിലെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്ന് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഞങ്ങളുടെ പഴയ വീട് കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ട ഗൈസ്, കൂടൊക്കെ പൊളിഞ്ഞു പോയി ഗൈസ്. ഇതായിരുന്നു ഞങ്ങൾ പണ്ട് താമസിച്ചിരുന്ന വീട്. ആഹാ, എത്ര നല്ല ഭവനം. ഓടും വീടായിരുന്നു. അപ്പം മുകളിൽ കൂട് കാര്യങ്ങളൊക്കെ പൊളിഞ്ഞു പോയി. ഇതുണ്ട്, ആകെ കാട് പിടിച്ച്. ഒരു റിസോർട്ടിലെ ആരോ മേടിച്ചാൽ റിസോർട്ടൊക്കെ പണി കിട്ടും. പക്ഷേ ആ റിസോർട്ടൊന്നും മേടിച്ചില്ല. കണ്ട ഞാൻ ഓടിക്കളിച്ചിരുന്ന പറമ്പയ്ക്കുന്നതൊക്കെ നൊക്കളാച്ചി വരുന്നു ഗൈസ്, നൊക്കളാച്ചിയാ. ഞങ്ങളവിടെ ചെന്ന് ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് എല്ലാവരോടൊക്കെ വർത്താനമൊക്കെ പറഞ്ഞ് തിരിച്ചു പോവുകയാണ്. നമ്മൾ രാജാശൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ രാജാശൻ്റെ ഒരു സർപ്രൈസ് കൊടുക്കാനായിട്ടാണ് അമ്മ കേക്ക് കുടിക്കാൻ വന്നത്. ഇന്ന് രാവിലെ പ്ലാൻ ചെയ്തതാണ്. ഞാൻ പണ്ട് കൊടുത്ത് വെച്ചിട്ടില്ല, കിടക്കപ്പ എനിക്ക് വന്നേക്കത് ഒന്നും സമയം കിട്ടിയിട്ടില്ല. നമുക്കപ്പോൾ കേക്ക് പേര് എഴുതി മേടിക്കണ്ട പൈസ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ കേക്ക്. ഇതിൽ നിന്നൊരു കേക്ക് മേടിക്കണം. അപ്പോൾ റേറ്റ് ഒക്കെ എങ്ങനെ പറഞ്ഞാൽ അര കിലോ വേണ്ട. അര കിലോ ഉണ്ട്, 3/4 കിലോ ഉണ്ട്. 1/2 കിലോ 3/4 കിലോ റേറ്റ് ആണോ? 1 കിലോ ബ്ലാക്ക് ഫോറസ്റ്റ് വൈറ്റ് 450. പിന്നെ റെഡ് വെൽവെറ്റ്, നെട്ടി ബബിൾ, ബട്ടർ സ്കോച്ച്, കോഫി അതൊക്കെ 550. ഇത് നട്ടി ബബിളോ? നെട്ടി ബബിൾ അത് മതി. എഴുതാണ്ട് എന്തെങ്കിലും? എന്താ എഴുതണ്ടേ? ഹാപ്പി ബർത്ത്ഡേ രാജു സർ. നമ്മുടെ കേക്ക്, കേക്കിൻ്റെ ഒരു കിണർ. നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ രാജു സേ. ഓക്കെ, താങ്ക്സ് എല്ലാം വെച്ചിട്ട് പാക്ക് ചെയ്തോ. കേക്ക് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. താങ്ക്സ്. ബില്ലത്രേ?
നമ്മുടെ കേക്ക് കിട്ടിയിട്ടുണ്ട്. കേക്ക് കൊണ്ടിന് നേരെ വീട്ടിലോട്ട് പോവാം. സർപ്രൈസായിരുന്നു, എനിക്ക് സർപ്രൈസാണ്. രാഹുലിക്കൊരു മെസ്സേജ് ഉണ്ടായിട്ടാ, മെസ്സേജ് ഞാനിവിടെ കാണിച്ചു തരാം. അതായത് ഹാപ്പി ബർത്ത്ഡേ എൻ്റെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് കണ്ടിട്ടുണ്ട്. ഞാനിപ്പോഴാണ് കണ്ടത്. കാരണം ഞാൻ എണീറ്റിട്ട് ചേച്ചിനൊപ്പം ഒന്നാക്കാം. ചേച്ചിക്ക് പെട്രോൾ വണ്ടർ പെട്രോൾ പറഞ്ഞാൽ ഞാനുണ്ടെന്ന് ആക്കിയത്. അപ്പോൾ വണ്ടർ പെട്രോളൊക്കെ വെച്ചിട്ട് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളി കുറച്ച് കഴിയുമ്പോൾ ഞങ്ങളെ ദക്ഷിണിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ചവിട്ടാൻ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ദക്ഷിണ അപ്പം അങ്ങനെ. അപ്പോൾ ഞാൻ നോക്കിയത് വീട്ടിലോട്ട് പോവാം. ക്ലീൻ ചെയ്തിരിക്കുകയാണ്. കേക്കൊക്കെ സെറ്റ് ചെയ്യണം. ആശാനിപ്പോൾ തന്നെ എത്തും. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ മറ്റേ ദക്ഷിണ പരിപാടി ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആശാൻ ശരിക്കും വന്നത്. അപ്പോൾ ഇത് ആശാനൊരു സർപ്രൈസ് ആയിരിക്കും. ആശാൻ വന്നിട്ടുണ്ട്. എപ്പോഴും കേക്ക് മേടിക്കും. മെഴുകിരി പറഞ്ഞു കേക്ക് മെഴുകുതിരില്ല. എൻ്റെ വീഡിയോ രാജപ്പ ചോദിക്കുമ്പോ പറയാ ഞങ്ങളല്ലേ ഏതൊരു സ്ഥലത്ത് പോണേന്ന് എന്ന് പറഞ്ഞേക്കാം. ഇയാളിത് വളമാക്കും. പായസം ഉണ്ടോ? ഇതാണ് ഗൈസ് പായസം. ഹായ് പായസം. ലീവ് ഇന്നലെ ക്ഷീണമൊന്നുമല്ല. ഹാപ്പി ബർത്ത്ഡേ കാലത്താണ് എന്ത് പെണ്ണുമ്പോൾ ഇന്നലെ വിളിച്ചിട്ട് പറയായി നാളെ ഒന്ന് അപ്പത്തി പോയി കൂടി ഞാൻ പോയില്ലെന്ന് പറയും. ഇത് കാലത്ത് ഒരു 6 മണിയായി വിളിച്ച് പറയണേ എന്താണ് പോകാൻ പറയാന്നറിയോ, ഇന്ന് ബർത്ത്ഡേ ആയിരുന്നു. അന്നത്തെ പോലെ മൊത്തം ഉണ്ടാക്കരുത്, പകരം വീട്ടാന്ന്. അതൊരു പകരം ഉണ്ടെന്നല്ലേ? അതായത് അച്ഛൻ്റെ അമ്മയുടെ ആനിവേഴ്സറി നടക്കുന്ന എനിക്ക് മനസ്സിലായത് എന്തോ ഉദ്ദേശം. ആശ കേക്ക് വാരിത്തേച്ചാണ് നമ്മുടെ അമ്മയുടെയൊക്കെ മുഖത്ത്. ഒരു സംഭവം കിടപ്പുണ്ട്. അതാ തീരുമാനം നിൽക്കണ പണിയാനാണ്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. അമ്മിലല്ല നമുക്ക് പോയല്ലേ. നമ്മുടെ ജീവിതത്തിൽ ഒരു വെളിച്ചമായിട്ടാണ് നമ്മൾ കത്തിക്കുന്നത്. അത് നമുക്ക് എടുത്താൻ പാടില്ല. അതൊരു തെറ്റാചാരമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ കഴിഞ്ഞ് ഇനി ചവിട്ടാടത്തിന് വേണ്ടി ദക്ഷിണ വെക്കാൻ പോയാണ്. നമുക്ക് ചവിട്ടാടാൻ പിടിക്കാൻ പോയാണ്. ആശാൻ വന്ന് റെഡിയാവുന്നുണ്ട്. ആദ്യം അവിടെ വെക്കാം, ജോഡിമേ വെക്കാം. തിരിഞ്ഞിട്ട് ഇങ്ങനെ നിന്നിട്ട് വെച്ചിട്ട് ജോഡി വാങ്ങാം. ഇത് നമ്മുടെ പഴയ ആശാന്മാര് കാലം തുടങ്ങി കൊണ്ടുനടക്കുന്ന സംഭവമാണ്. ബാലാപ്പാട്ടിന് കൊണ്ടു നമുക്ക് 1 2 3 4 1. അടുത്ത് വലുത് കാലി 1. എന്നിട്ട് പൊക്കിയിട്ട് 2. ഇനി അടുത്ത് കാലി 1 2 1 2 1 2. താത്തയ്യം ആടിക്കളി. ശരി ചവിട്ടി കളിക്കണോ കേട്ടാ, വെറുതെ ഇങ്ങനെ പോരാ. അത് വേണ്ട. 1 2 1 2 അങ്ങനെ വരണം. അപ്പൊ അത് കാലിന്റെ ഒരു വേദനയൊക്കെ മാറിയിട്ട് തുടങ്ങിയാൽ മതി. ഞാൻ പറയുന്നില്ല അങ്ങനെ വരണ്ടേന്ന് പറയാം ശരിക്കും കേട്ടാ. ഏത് ചുരുട്ടി പിടിച്ചിട്ട് തണ്ട് വെള്ളം പൊക്കുക. 1 2ലേക്ക് വരുമ്പോൾ ചരിച്ചിട്ട് ഇങ്ങനെ ഓടിപ്പോയി കണ്ട. 2 കണ്ട. റെഡി 1 2 3 4 1 2 1 2 1 2
1 2 താതാതി താതാ താതയം കൊടുങ്ങല്ലൂരിൽ അമ്മേ മൂകാംബികേ ശരണേ ഈ ഒറ്റ പാട്ടിലേക്ക് ഓ ഗായ്സ്, അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ കണ്ടല്ലോ. രാജേഷാൻ ഇവിടെ ഉണ്ട്. രാജേഷാൻ ഇന്നത്തെ പരിപാടി കണ്ടല്ലോ. നല്ല സൂപ്പർ പരിപാടി. കടലിലൊക്കെ ഒന്ന് ഇറങ്ങി കുറെ നാളെത്തിയിട്ടും കടലിലിറങ്ങി മല കുത്തിയൊക്കെ മറിഞ്ഞ് സെറ്റായി. ഇന്നത്തെ ബർത്ത്ഡേ ഞങ്ങളുടെ സൂപ്പർ. എനിക്ക് ഭയങ്കര സർപ്രൈസ് അനുഭവം. ഇവിടെ വന്നപ്പോ തന്നെ എന്നെ വിളിച്ച് മാറ്റണ്, കൊണ്ടുപോകണ്, എന്താണെന്ന് മനസ്സിലായില്ലേ? ആ, ഇവിടെ വന്ന് അകത്ത് കയറിയപ്പോഴോ കേക്ക്, പായസം, എന്റെ ഭഗവാനെ ഇവിടെ സർപ്രൈസ് ആയി. അടിപൊളി അടിപൊളി. ഞങ്ങളെ മൂന്നുപേരെയും ഇന്ന് ചവിട്ടാടവും കൂടി പതിനഞ്ച് പേരാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. ഇന്നിപ്പോ ഈ പെരുന്നാളും കാര്യങ്ങളൊക്കെ ആയിട്ട് ആരുമില്ല. അതുകൊണ്ട് ഇപ്പൊ നാലാളെ ദക്ഷിണിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ പിന്നെ ആശാന്റെ ഒരു ഇൻഡിവിജ്വൽ വീഡിയോ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആശാനെ പറ്റി നിൽക്കണ ചില്ലറക്കാരൊന്നും അല്ല, അതൊക്കെ നമ്മ വേറെ വീഡിയോയിൽ വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാലോ. ഓക്കെ. അപ്പൊ ഞങ്ങളുടെ 2 ദിവസത്തെ വീഡിയോ കടലിൽ പോയതും ബർത്ത്ഡേ ആഘോഷിച്ചതും ഈ ദക്ഷിണ വെച്ചതും എല്ലാ വീടും കൂടി ഒറ്റ വീഡിയോയില് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ടാറ്റാ.